4 സ്ഥലങ്ങളുണ്ട് അവിടെ, സ്പോട്ടുകളുണ്ട്. അതിൽ ഞാൻ പോയത് വളരെ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലത്താണ്. ബാക്കിയെല്ലാം കുറേ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിന്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ ചാടുന്നത്. അപ്പം എനിക്ക് ആ നാച്ചുറൽ, ആ മലയുടെയൊക്കെ ആംബിയൻസ് വീഡിയോയിൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് ചൂസ് ചെയ്തത്. എല്ലാവരും പോകുന്ന റൂട്ടല്ല, വേറൊരു റൂട്ടാണ്. അങ്ങനെ ഞാൻ 2 വീലറിൽ അവിടെ നിന്ന് റെന്റ് എടുത്തിട്ടാണ് 2 വീലറിലാണ് പോകുന്നത്. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഭയങ്കര മറ്റേ ചുരം പോലത്തെ ഒരു മലയിൽ കൂടെ ഒരു വണ്ടിയില്ല, ഒരു മനുഷ്യനില്ല, മൊബൈലിൻ്റെ റേഞ്ചും പോയി, റൂട്ടും കാണിക്കുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര നമുക്ക് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു വണ്ടി പാസ് ചെയ്യുന്ന കാണുന്നില്ല. ഇതുപോലത്തെ ഒരു ക്ലൈമറ്റാണ് അവിടെ. ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഫുൾ ഇങ്ങനെ ഒരു മൂടിയ ക്ലൈമറ്റും ഇങ്ങനത്തെ ഒരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് ഇരുട്ടുപോലെയായി. അപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു തുടങ്ങി. തിരിച്ചു പോകണോ, ഇനി എത്രയും ദൂരം തിരിച്ചു പോകണം. ഭയങ്കര ഓഫ് റോഡ് റൈഡായിരുന്നു. പഴയ ഒരു കൈനറ്റിക് ഹോണ്ട പോലത്തെ ഒരു വണ്ടിയുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ ഞാൻ പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് വന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവരൊന്ന് ലൈവ് ലൊക്കേഷൻ ഇട്ടതാ, സഹി റാസ്തയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈവ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് അവർ പറഞ്ഞു, മാം സഹി റാസ്ത മേ സീതേ ജാവോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ദൂരം സീതേ ജാ കഴിച്ചിട്ട് നോക്കുമ്പോൾ ആ സ്ഥലത്തെത്തി. പക്ഷെ ആ യാത്രയൊക്കെ സത്യത്തിൽ ഭയങ്കര അൺസർട്ടണിറ്റി അല്ലേ. എവിടെയാണ് ആരെങ്കിലും ഒരു ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പോലും പോകാൻ പറ്റാത്ത അത്ര നാരോ പാത്തും, ഓഫ് റോഡ് റൈഡ്, നമ്മൾ തന്നെ എടുക്കുന്ന ഡിസിഷൻസ്, സേഫ്റ്റി കൺസേൺസ്, ഇതെല്ലാം കൂടെ നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്.